ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാട്ടിൽ വന്ന ശേഷം ഒത്തിരി തിരക്കാണ്. ഇപ്രാവശ്യം ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. ഒക്കെ ഞാൻ വഴിയെ കാണിക്കാം. ഒരുപാട് ബഹളങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങളിപ്പം വന്ന പാടന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ വീട്ടിൽ തന്നെ. അപ്പോൾ അതാ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. നാത്തൂനും മോളൊക്കെ ഉണ്ട് കൂടെ. അപ്പം എൻ്റെ വീട്ടിലോട്ട് ഞാൻ വന്നതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പം പോകുന്ന വഴിയിലൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പുതിയങ്ങാടിയിൽ ജാനുവരിയിലൊരു ഫെസ്റ്റിവലുണ്ട്. പുതിയങ്ങാടി നേർച്ച എന്ന് പറയും. അപ്പം എൻ്റെ നാട് പുതിയങ്ങാടിയാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന ഒരു ഫെസ്റ്റിവലാണത്. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. ഇപ്പോഴാണ് ഈ ഒരു സമയത്ത് ഇവിടെ നാട്ടിലുള്ളത്. അപ്പം എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടിയുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ടും പോകേണ്ടിയുണ്ടായിരുന്നു. അപ്പം ഉമ്മയും ഉപ്പയും എല്ലാവരും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഉമ്മാൻ്റെ വീടിന് തൊട്ടടുത്താണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ കൊടിയേറ്റമാണ് നടക്കുന്നത് കേട്ടോ. അത് നേർച്ചേൻ്റെ ഒരാഴ്ച മുമ്പ് നടക്കുന്നതാണ് ഈ ചെറിയ കൊടിയേറ്റം. അപ്പം ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെ വീട്ടിലാളില്ല, എല്ലാവരും ഇവിടെ നേർച്ച സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്ക ബാക്കിലൂടെ വന്നു. ഇക്ക അങ്ങനെ ക്രൗഡിൽ അങ്ങനെ വരാറില്ല, അറിയാമല്ലോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിലോട്ട് പോയി. പിന്നെ ഈ പുതിയങ്ങാടി നേർച്ചൻ്റെ ദിവസം എന്ന് പറയുമ്പോൾ, അതായത് നാളെയാണ് പുതിയങ്ങാടി നേർച്ച വരുന്നത്. നേർച്ചൻ്റെ ഒരാഴ്ച മുമ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട കാഴ്ചകളൊക്കെ. അപ്പോൾ നേർച്ച എന്ന് പറയുമ്പോൾ ഒരു പുതിയങ്ങാടിലൊരു ആഘോഷം തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ കല്യാണശേഷം ഞാനിതിൽ പങ്കെടുത്തിട്ടില്ല, എന്താ പറയുക, പങ്കെടുത്തിട്ടില്ല. അപ്പം നമ്മളിപ്പോഴാണ് ഇപ്പോൾ നാട്ടിൽ ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാണ്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു കൊറിയർ ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മാൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും എടുക്കാനുണ്ടായിരുന്നു എനിക്ക്. അതിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മാനെ കാണാൻ. അപ്പോൾ ഉമ്മ ഇവിടെയാണ്. അങ്ങനെ പിന്നെ ഇവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പോയത് കേട്ടോ. പിന്നെ ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, വഴിയെ പറയാമെന്ന് പറയുമ്പം നിങ്ങൾ വിചാരിക്കും സസ്പെൻസ് ഇടണമെന്ന്. അതുകൊണ്ടല്ല, നമുക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി പറയുമ്പോൾ ഒരു ടെൻഷനല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം കഴിഞ്ഞ ശേഷം പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഞാൻ വ്ളോഗിൽ പറ്റുന്ന രീതിയിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നാട്ടിൽ ഇപ്രാവശ്യം വന്നത് കുറേ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ്. നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളുണ്ട്, സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വഴിയെ പറയണ്ട കേട്ടോ. അപ്പം മക്കളെല്ലാവരും റോസൊക്കെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റോസ് കണ്ടിട്ടില്ല, നേർച്ചൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഷാബിന് അതിൻ്റെ ഇടയ്ക്കാണ് വന്നത്. എല്ലാവരും നേർച്ച സ്ഥലത്തൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവാം കേട്ടോ. ചായ കുടിച്ചിട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു കേട്ടോ. പോകുന്ന വഴിയിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെ കണ്ടല്ലോ നേർച്ച സ്ഥലം, പകൽ കണ്ടില്ലേ, അതിൻ്റെ രാത്രി വ്യൂ ആണ്. രാത്രിയിലും ആളുകളുണ്ട് അവിടെ. അപ്പോൾ ഇന്ന് എനിക്കൊരു കൊറിയർ വന്നില്ലേ, ആ കൊറിയറിലെ സാധനങ്ങളാട്ടോ അത്. അപ്പോൾ ഇത് ഇൻഡസ് വാലിന്ന് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ്. ഞാൻ മുമ്പ് കാസ്റ്റ് അയണിൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കാസ്റ്റ് അയൺ ഉണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. അതുപോലെ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ അകത്തുള്ള ഈ ഒരു സ്റ്റിക്കർ അയക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പലർക്കും അറിവുണ്ടാവില്ല. ഇവിടെ ഉമ്മ എങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാനും സാധാരണ ഇത് വേഗം കഴുകിയെടുത്തിട്ട് തന്നെ സ്ക്രബ് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. വല്ലാണ്ട് ചൂടാക്കണ്ട. ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ തന്നെ പോരും കേട്ടോ. അപ്പോൾ അത് പോന്നു. ഇനി അതിൽ വല്ലാണ്ട് ചൂടാക്കണ്ട കേട്ടോ, ചെറുതായിട്ടും ചൂടാക്കിയാൽ മതി. അത് ഏത് പാത്രമാണെങ്കിലും അത് ചൂടാക്കിയിട്ട് അതിനിട്ട് എടുത്താൽ പോവും. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്താൽ
അത് നല്ല ക്ലിയർ ആവും. അല്ലാണ്ട് നമ്മളിത് കഴുകി എടുക്കണ്ട, ലിക്വിഡ് വെച്ചിട്ടൊന്നും കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു ടിപ്പാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ സാധാരണ ചെയ്യൽ അത് വെള്ളം ഒഴിച്ചിട്ട് സ്ക്രബ് ചെയ്യല കേട്ടോ. എടുത്താൽ അങ്ങനെ ഒട്ടി പിടിക്കുമല്ലോ, അപ്പോൾ വെള്ളം ഒഴിച്ച് വെക്കലാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. സ്ക്രബ് ചെയ്യരുത്, ഇതുപോലത്തെ സ്റ്റീൽ പാത്രങ്ങളൊന്നും ഒരിക്കലും സ്ക്രബ് ചെയ്യരുത്, വര വീഴും. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കുവാണ്. അപ്പം ഈ ഒരു ഇഡ്ഡലി തട്ടും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഇൻഡസ് വാലിയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇതിന് ശേഷം കാണിച്ചു തരാം. നല്ല അടിപൊളി, എന്താ പറയുക, അത് എനിക്ക് പ്രൊമോഷനായിട്ട് വന്നതുകൊണ്ട് പറയുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പാത്രമായി ഇത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ ഇഡ്ഡലി തട്ടിൻ്റെ അവിടെ ഒരു ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് കൂടെ മാവ് വീഴുന്നു, അങ്ങനെയല്ല. അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് റെഡി ആവുന്നത് കേട്ടോ. 2 തട്ടുണ്ട്. മൊത്തം നമുക്കൊരു 7 ഒരു തട്ടിൽ നമുക്ക് ഒരു 7 ഇഡ്ഡലി, അങ്ങനെ 14 ഇഡ്ഡലി ഒരൊറ്റ സമയത്ത് ചെയ്യാം. ഇതിൻ്റെ കൂടെ വേറെയും പാത്രങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഇതിന് ശേഷം ഷെയർ ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതുപോലെ അങ്ങനെ പാത്രത്തിൽ അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ഞാൻ ആദ്യം സ്റ്റീം ചെയ്യുന്നതിന് മുമ്പ്, ഈ മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ, പെട്ടെന്ന് കിട്ടും. നമ്മൾ സ്റ്റീമറിൽ വെച്ച ശേഷം ഒഴിച്ചാൽ മതി മാവ് കേട്ടോ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഒട്ടി പിടിക്കാറുണ്ടെന്ന്. അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി പാത്രങ്ങളാണ്. നോൺ സ്റ്റിക്ക് പാനിലേക്കാളൊക്കെ നല്ല പാത്രങ്ങളാണ് ഈ സ്റ്റീല്. നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്, അതുപോലെ യൂസ് ചെയ്യാനും നല്ല എളുപ്പമുള്ള പാത്രമാണ് സ്റ്റീല്. അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യുക. ഇൻഡസ് വാലി നല്ല ബ്രാൻഡാണ്. ഞാൻ മുമ്പും വാങ്ങിച്ചതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ ഈ എന്താ പറയുക, സ്റ്റീലിൻ്റെ ഇൻഡസ് വാലിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ഒരു ചട്നി ഉണ്ടാക്കുകയാണ്. അതും ഈ ഒരു ഫ്രൈങ് പാൻ ഉണ്ടല്ലോ സ്റ്റീലിൻ്റെത്, ഇൻഡസ് വാലിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇത് ഒരു ടൊമാറ്റോ ചട്നിയാണ്. വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി, സവോള കഷ്ണങ്ങളാക്കിയത്, തക്കാളി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ പേസ്റ്റാക്കി എടുക്കുക. കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇടുക, ആ ഒരു പേസ്റ്റ് ഒഴിക്കുക. അപ്പം തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു ബെനിഫിറ്റ്സും അതിന് ഒട്ടിപ്പിടിക്കണ്ടോന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില കുറച്ച് വെള്ളത്തിൽ നല്ലോണം പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ തേങ്ങാ ചട്നിയും റെഡിയായി. ചൂടാക്കി എടുത്താൽ മതി, അത് തിളച്ച് മറിയണ്ട കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വഴറ്റെടുത്തില്ലേ, അത് പേസ്റ്റാക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ 2 ചട്നിയും റെഡിയായി, അതുപോലെ ഇഡ്ഡലിയും റെഡിയായി. അപ്പം ഈ ഒരു സ്റ്റീമറിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇഡ്ഡലി തട്ട് മാത്രമല്ല വേറെയും 2 വെറൈറ്റി തട്ടുകളുണ്ട്. അപ്പം ഈ ഒരു സ്റ്റീമറല്ല, ഇഡ്ഡലി തട്ടും പ്ലസ് സ്റ്റീമറും കൂടിയുള്ള സെറ്റ്, അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ താഴെ ലിങ്കുകൾ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനും പിന്നീട് കമൻറ്റൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് ചൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്. ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളാണ്. ഇത് എനിക്ക് മുമ്പ് വന്നതായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഫുള്ളായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ കുറേ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഷെയർ ചെയ്ത ശേഷം അതിൽ ഞാൻ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കാസ്റ്റ് ചെയ്യേണ്ട പാത്രം ഇവരുടെ ഓൾറെഡി പ്രീ സീസൺഡ് ആയിട്ടുള്ള കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒന്ന് ലൈറ്റ് സോപ്പ്, അതായത് ലിക്വിഡ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക, എണ്ണ തേച്ച് ചൂടാക്കിയെടുക്കുക, വീണ്ടും വാഷ് ചെയ്യുക, എന്നിട്ട് പിന്നെ യൂസ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് മയക്കെടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി പ്രീ സീസൺഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങളാണ് ഇൻഡസ് വാലി പ്രൊഡക്ട്സിന് കേട്ടോ. ഇതിൽ നമുക്ക് മീനൊക്കെ പൊരിക്കാൻ പറ്റും. അതുപോലെ ദോശച്ചട്ടിയായിട്ട് യൂസ് ചെയ്യുക, അതായത് നമ്മൾ നീർദോശയില്ല അതായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അത് മെയിൻ പർപ്പസ് അത് മീനൊക്കെ പൊരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കാസ്റ്റ് അയൺ, ഈ ഒരു ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ നമ്മൾ ചപ്പാത്തി ചുടാനും, ഞാനിത് ചൂസ് ചെയ്തിട്ടുള്ളത് ദോശ ചുടാനാണ് കേട്ടോ. നമ്മുടെ നീർദോശ ഇവിടെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നല്ല പാത്രം കേട്ടോ, നല്ല പ്രീ സീസൺഡാണ്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം ഇൻഡസ് വാലി ബ്രാൻഡ്. കാരണം ഞാൻ മുമ്പും ഇവരുടെ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല പ്രൊഡക്ട്സാണ്. അതുപോലെ തന്നെ നാച്ചുറലി നോൺ സ്റ്റിക്കാണ് ഇൻഡസ് വാലിൻ്റെ കാസ്റ്റ് അയൺ പാത്രങ്ങൾ കേട്ടോ. ഇനി നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള നേരത്തെ നമ്മൾ കാണിച്ച പാത്രങ്ങളുണ്ടല്ലോ, സ്റ്റീലിൻ്റെ കുറച്ച് പാത്രങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്ട്സ് ആണ്. 100% ടോക്സിൻ ഫ്രീ ആണ്.
പിന്നെ നോൺ റിയാക്റ്റീവ് നേച്ചറാണ്. അതുപോലെ വേഴ്സറ്റൈൽ കുക്ക് വെയർസാണ്. അതായത് നമുക്ക് പല ടൈപ്പ് വെറൈറ്റീസ് നമുക്കിതിൽ കുക്ക് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും, അടിയിൽ പിടിക്കുമെന്നോ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകും. ഇത് നല്ല കട്ടിയും കനമൊക്കെ ഉണ്ട്. അതായത് ചൂട് നേരെ അങ്ങോട്ട് വേഗം തട്ടൂല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഭയങ്കര എന്താ പറയുക, ധൈര്യമായിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചല്ലോ, നമ്മൾ നേരത്തെ ചട്നി ഉണ്ടാക്കുന്നതും വഴറ്റുന്നതൊക്കെ കാണിച്ചല്ലോ. ഒട്ടും തന്നെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല, അത് പെട്ടെന്ന് കരിയൂല. നല്ല കനമുണ്ട് പാത്രങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കനമുള്ള പാത്രങ്ങൾ വാങ്ങിക്കണം, നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ വാങ്ങിക്കണം. എന്നാലേ നമുക്കത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഇഡ്ഡലി തട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെയുള്ള വേറെ സെറ്റുകൾ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു തട്ട് ഇഡ്ഡലി തട്ട് കണ്ടോ, അതിൽ ചെറിയ ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ കാണിച്ചും ചെയ്തു. നല്ല തട്ടാണ്. അതുപോലെ നല്ല നമ്മൾ ഈസി ടു യൂസ് പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇഡ്ഡലി തട്ടിൻ്റെ പാത്രങ്ങൾ. അപ്പം ഇതൊരു ഈ സെറ്റിൽ വേറെയും ഈ ഒരു സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വട്ടയപ്പം അങ്ങനെയുള്ള അപ്പങ്ങളൊക്കെ ചൂടാൻ സ്റ്റീം ചെയ്തെടുക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ്. പിന്നെ ഇതൊരു സ്റ്റീമർ, ഇങ്ങനെ ഹോൾസുള്ള സ്റ്റീമറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇത് എൻ്റെ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 12% ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അടുത്ത നല്ലൊരു സ്റ്റീൽ പാത്രമാണ്. എനിക്കിത് ഈ ഒരു സെറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു സെറ്റായിട്ടാണ് വരുന്നത്. അതിൽ 2 പാത്രങ്ങളുണ്ട്. ഇതിന് 2999 ആണ് വരുന്നത് കേട്ടോ. ഓഫറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന 2999 രൂപയ്ക്കാണ് ഈ 2 സെറ്റ് കിട്ടുന്നത് കേട്ടോ. ഒരുമിച്ച് കിട്ടുന്നതാണ്. അതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഒരു ഫ്രൈങ് പാൻ പോലത്തെ ചെറിയൊരു ഫ്രൈങ് പാനുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കടായി, ഒരു 2 പിടുത്തുള്ള കടായി ഉണ്ട്. അതിൻ്റെ ഒരു ലിഡും ഉണ്ട് കേട്ടോ. നല്ല പാത്രമാണ്, നല്ല കട്ടിയുണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം, ലിങ്കൊക്കെ കൊടുക്കാം. അതുപോലെ ഈ ഒരു സ്റ്റീമർ സെറ്റ് ഉണ്ടല്ലോ, അതിന് വരുന്നത് 2349 റുപ്പീസാണ്. അതും നിങ്ങൾക്ക് ഐഷ 12 യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.